ഹലോ, വെൽക്കം ടു ഫുഡിങ് ഷീ. ഞാൻ ഇവിടെ 2 ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ്റെ പീസ് ഇത് നമുക്ക് കുക്കറിൽ വെച്ച് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് മസാല ഉണ്ടാക്കിയെടുക്കാം. ഈ മിക്സ് വെച്ചിട്ടുണ്ട്. കുറച്ച് മുളക് എടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിട്ടിട്ട് അരച്ചെടുക്കാം. കുറച്ച് പെരുംജീരകം, മഞ്ഞൾ ഒക്കെ പൊടിയാണ്, കുരുമുളകിൻ്റെ പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് സവാള, 2-3 ചെറിയുള്ളി. ഇപ്പോൾ എണ്ണം കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ കുറച്ച് ചെറുനാരങ്ങൻ്റെ ജ്യൂസ്, ഉപ്പും ചേർത്തിട്ട് നമുക്ക് ഉപ്പിട്ടെടുക്കാം. കുറച്ച് ഗരം മസാല പൗഡറും കൂടെ ഇട്ടെടുക്കാം. എന്നിട്ട് നമുക്കിത് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. നമുക്ക് നമ്മൾ ഈ അരച്ച കായം വരട്ടി കൊടുക്കാം. നല്ലോണം പറ്റി കൊടുത്താൽ മതി. പറ്റിയിട്ടൊരു 10-15 മിനിറ്റ് വരെ ഒന്ന് വെച്ചേക്കണം. അപ്പോഴാണ് അതിന് അതൊക്കെ പിടിക്കേണ്ടത് ഇതിൻ്റെ മേലെ. അധികം ഓയിലൊന്നും ഒഴിക്കാണ്ട് കുക്കറിലിട്ടിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ ഒരിക്കലും ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കുക്കറിലാക്കാൻ വിചാരിച്ചത്. അപ്പോൾ പിന്നെ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു. ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അതുപോലെ നമ്മൾ 4 വരം ചെയ്തല്ല. ഇതേപോലെ 4 വരം ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10-15 മിനിറ്റ് നേരം അവിടെ ഇരുന്നോട്ടെ. അപ്പോൾ ഇതുപോലൊക്കെ നന്നായി പിടിക്കും. നമ്മൾ ചിക്കൻ കുക്കറിലേക്ക് വെച്ച് കൊടുക്കാം. കുറച്ച് ഓയിൽ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. അധികം ഓയിലൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇതേപോലെ ഇത് വെയിറ്റ് ഇടാൻ മതി. അങ്ങ് ലോക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് നോക്കാൻ പറ്റും തുറന്നിട്ട്. ഇത് ഫസ്റ്റിലൊന്ന് മസാല പിടിക്കുന്നവരൊന്ന് കുക്കറിൽ കുറഞ്ഞ സമയം ഒന്ന് വെച്ചതിൻ്റെ ശേഷം വെയിറ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒറ്റ വിസിലേ വരണ്ടുള്ളൂ. അന്നേരം ഓഫാക്കുക. തുള്ളി പോലും ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഈ ചിക്കനുമുള്ള ഓയിലായതുകൊണ്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇങ്ങനെ ആക്കിയെടുത്താൽ. ഇതിന്ന് മാറ്റിയെടുക്കുക. ഒരു പീസേ വെക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇതൊരു ചെറിയ പീസ്, ഒരു പീസ് കൂടി വെക്കാനുണ്ട് ഇതിൽ. ചിക്കനൊക്കെ അവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ മതി. കണ്ടോ, ഇതുപോലെ നല്ലോണം മുരിഞ്ഞ് വരും. ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. ഒരിക്കൽ ഒന്ന് വിസിലിട്ടിട്ട് ആ വിസിലൊന്ന് നല്ല ടൈറ്റായാൽ അങ്ങ് ഓഫാക്കിയാൽ മതി. അപ്പോൾ ഇതുപോലെ ഉണ്ടാവും. ഉണ്ടോ? ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശമൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യുക. ഇങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ഓയിലേ ഉപയോഗിക്കുന്നില്ല. ചിക്കനിൽ നിന്നുള്ള ഓയിലാണ് മുഴുവൻ വരുന്നത്. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല. അത് തന്നെ വെള്ളമൊക്കെ അതിൽ നിന്ന് തന്നെ ഇങ്ങനെ തീ ചെറുതാക്കി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതിൽ നിന്ന് തന്നെ വെള്ളം വന്ന് ഓയിലും വന്ന് എന്നിട്ട് ഒന്ന് എയർ ടൈറ്റായതിൻ്റെ ശേഷം തീ ഓഫാക്കുക. എന്നിട്ട് തുറന്ന് നോക്കിയതിൻ്റെ ശേഷം ഒന്ന് തിരിച്ച് വെച്ച് കൊടുത്താൽ മതി. വീണ്ടും അതുപോലെ തന്നെ ഒന്നുകൂടെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ കിട്ടും. നല്ല ടേസ്റ്റ് ഉണ്ട്.
നിങ്ങളിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശമൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യുക. ഇതിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കട്ടെ. കുറച്ച് ഓയിലൊന്ന് കുക്കറിലൊന്ന് ഇങ്ങനെ 1 ടീസ്പൂൺ ഓയിൽ എടുത്തിട്ട് കുക്കറിലൊന്നാക്കിയതിന് ശേഷം ബാക്കി ചിക്കനിൽ നിന്ന് ഓയിലൊക്കെ വരും. ഓക്കെ, ബൈ.